കുഞ്ഞുതത്ത പറഞ്ഞു, സുഹൃത്തുക്കളെ, എല്ലാവരും എഴുന്നേൽക്കൂ. ഇന്ന് സ്കൂൾ ഉണ്ട്. രാവിലെ തന്നെ കരടിച്ചേട്ടൻ വനവാർത്തകളൊക്കെ വായിച്ചു നടക്കുകയാണ്. ആന പഠിപ്പിക്കുകയാണ്. നന്മ ചെയ്യുന്നവർക്ക് നന്മ വരും. അത് പഠിക്കേണ്ടത് ഇന്ന് തന്നെ. സിംഹമഹാരാജാവ് പറഞ്ഞു, എനിക്ക് വിശ്രമം വേണം. നാട്ടുകാർ കാട് നോക്കട്ടെ. കുറുക്കൻ പഴുകിയ ചക്ക വിൽക്കുകയാണ്. കുറുക്കൻ കള്ളം പറഞ്ഞു, ഇത് പുതിയ ചക്കയാണ്, കഴിച്ചിട്ട് നോക്കണ്ട. കുഞ്ഞുതത്ത വിട്ടില്ല. തത്ത പറഞ്ഞു, ഇവൻ കള്ളം പറഞ്ഞിരിക്കുന്നു. ഇത് ശരിയല്ല. കുറുക്കന്റെ കള്ളത്തരങ്ങൾ പൊളിക്കുവാൻ എല്ലാവരും കാട്ടിൽ ഒരുമിച്ചു കൂടി. കഥേറിയാതെ കുറുക്കനും അവിടെ വന്നിരുന്നു. സുഖമില്ലാത്ത അണ്ണാറക്കണ്ണൻ മരുന്നുമായി കുരങ്ങച്ചൻ വന്നു. കുരങ്ങച്ചൻ പറഞ്ഞു, നമുക്ക് സഹോദരങ്ങളെപ്പോലെ ജീവിക്കണം. കുറുക്കൻ കള്ളത്തരം ആവർത്തിച്ചു. കുറുക്കൻ പറഞ്ഞു, ഞാൻ കളവ് പറഞ്ഞില്ല. കള്ളം പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വാസം വരിക? സിംഹരാജാവ് പറഞ്ഞു, ഞാൻ എന്റെ കടമ മറന്നു. നിങ്ങൾ ക്ഷമിക്കണം. ഇവന്റെ കള്ളത്തരം ഇനി ഇവിടെ നടക്കില്ല. നമ്മുടെ കാട് കള്ളത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മലിനമായ ഈ കാട് നമുക്ക് വൃത്തിയാക്കണം. സത്യം മാത്രമേ ഇവിടെ ഇനി പാടുള്ളൂ. കുറുക്കൻ തന്റെ കള്ളത്തരങ്ങൾ ഇനി ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലായി. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കുന്നു. കുറുക്കൻ പറഞ്ഞു, ഇനി നീതി പുലർത്തും. എന്നോട് ക്ഷമിക്കൂ. സിംഹരാജാവ് പറഞ്ഞു, ഇനി നാം ഒറ്റക്കെട്ടായി ജീവിക്കും. ആരും മേലാളന്മാരല്ല, കീഴിയുമല്ല. ഇനി മൃഗങ്ങൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അതെ, നാം ഒരുമിച്ചു നിന്നാൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കുവാൻ കഴിയും.